ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ കൊതിക്കുന്ന ഒരുപാട് ആളുകൾ, ഹബീബായ തങ്ങളുടെ മുഹിബ്ബീങ്ങൾ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടുകിട്ടണമെന്നുള്ള ആഗ്രഹം ഇല്ലാത്ത ആരും ഉണ്ടാവുകയില്ല. അതിന് ഈ പറയുന്ന ഞാനും നിങ്ങളൊക്കെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മരിക്കുന്നതിന് മുമ്പ് ആ പൂമുഖം കണ്ട് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ ഹതഭാഗ്യരാണ്. അതിന് എന്ത് വേണം? കാണണമെങ്കിൽ നമ്മുടെ നടപടിക്രമങ്ങൾ, ഈ പറയുന്ന എൻ്റെയും നിങ്ങളുടെയും നടപടിക്രമങ്ങൾ ആദ്യം ശരിയാക്കിയെടുക്കുക എന്നുള്ളതാണ്. പിന്നെ നിരന്തരം സ്വലാത്ത് നമ്മുടെ ഒഴിവുള്ള സമയത്ത് കടക്കുന്നതിന് മുമ്പായി ഒക്കെ സ്വലാത്ത് ചെല്ലുക എന്നുള്ളതാണ്. എങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നമ്മുടെ സ്വപ്നത്തിൽ വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏത് ഖിതാബിലും അത് അറബി ഭാഷയിൽ തന്നെ സംസാരിക്കണമെന്നില്ല. നബി തങ്ങൾക്ക് എല്ലാ ഭാഷയും അറിയും. മലയാളമാണോ, ഇംഗ്ലീഷാണോ, തമിഴാണോ, ഏത് ഭാഷയാണെങ്കിലും ഏത് ഖിതാബിലാണോ, ഏത് സംസാരത്തിലാണോ ഹബീബായ തങ്ങളോട് അവൻ സംസാരിക്കുന്നത്, അതേ സംസാരത്തിൽ ഹബീബായ തങ്ങൾ നമുക്ക് മറുപടി തരുന്നതാണ്. അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും മരിക്കുന്നതിന് മുമ്പ് ആ പൂമുഖം കണ്ട് യഖ്ളത്തിലും മനാമിലും ആ പൂമുഖം കണ്ട് ആസ്വദിക്കാൻ, പരിചയപ്പെടാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.